मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഉറുദു ക്ലാസ് में सभी को मेरा पर खुलूस आदाब എൻ്റെ എല്ലാ മക്കളും നാളത്തെ SSLC പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ നമ്മുടെ ആദ്യത്തെ ഉറുദു പരീക്ഷയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. बच्चों सवाल देखिए, किसान लोग हमारी भूख मिटाते हैं, किसानों की अहमियत पर अपने ख्यालात लिखिए. കർഷകൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ വിശപ്പ് അകറ്റുന്നു അല്ലേ? വിശപ്പ് എന്ത് ചെയ്യുന്നു? വിശപ്പ് അകറ്റി തരുന്നു. കിസാനോ की अहमियत पर अपने ख्यालात लिखिए. കർഷകനെ കുറിച്ചുള്ള നമ്മുടെ എന്ത് ചെയ്യണം? പ്രാധാന്യത്തെ, കർഷകനെ കുറിച്ചുള്ള പ്രാധാന്യം എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കർഷകൻ പാടത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. റെഡിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് കർഷകന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് എല്ലാ പരീക്ഷയിലും SSLC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കിസാനെ കുറിച്ച് അല്ലെങ്കിൽ കർഷകനെ കുറിച്ച് അല്ലെ. എന്തായാലും ഒരു ചോദ്യം കർഷകന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതുന്നത് എന്ന് നോക്കാം അല്ലെ. ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, കിസാൻ ലോഗ് സാരി ദുനിയാ കെ ലിയേ മെഹനത്ത് കർത്തേ ഹൈ അല്ലെ. കർഷകൻ ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? കർഷകൻ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. ക്യോങ്കി ഉൻകി മെഹനത്ത് കെ ഫൽ ദൂസരെ ലോഗ് ഹി ഉഠാ രഹേ ഹൈ അല്ലെ. എന്താണ് കാരണം? മറ്റുള്ളവർ ക്യോങ്കി എന്തെന്നാൽ കാരണം എന്താ? ഉൻകി മെഹനത്ത് കെ ഫൽ ദൂസരെ ലോഗ് ഹി ഉഠാ രഹേ ഹൈ അല്ലെ. മറ്റുള്ളവർ അവരുടെ അധ്വാനത്തിന്റെ ഫലം എന്ത് ചെയ്യുന്നു? കൊഴിയുന്നു അല്ലെ. യെസ്. അതാണ് പറഞ്ഞത്, നമ്മളെ പോലുള്ള ആളുകളുടെ വിശപ്പ് അകറ്റുന്നില്ലേ? യെസ്, അതാണ് ഇവിടെ പറയുന്നത്. കിസാൻ അപ്നി ഗേത്തോ മേ ജോ ജോ പൈദാവാർ ഉഗാത്തെ ഹൈ വോ സബ് ഗേത്ത് സെ ദൂർ രഹനെ വാലോं का फायदा उठाने के लिए जाते हैं അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ അവരുടെ വയലിൽ എന്ത് ചെയ്യുന്നു? വയലിൽ വിളയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അവരെന്ത് ചെയ്യുന്നു? വിളവെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വയലിൽ നിന്നും മാറി താമസിക്കുന്നവരുടെ അടുത്തേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോകുന്നു. എന്നിട്ട് ആദ്മി കോ ജിന്ദാ രഹനെ കെ ലിയേ ഖാനെ പീനെ കി ജറൂറത്ത് ഹോത്തി ഹേ. മനുഷ്യന് ജീവിക്കാൻ എന്താണ്? ഭക്ഷണം അത്യാവശ്യമാണ്. ജറൂറത്ത് ഹോത്തി ഹേ അല്ലെ. മനുഷ്യൻ ജീവിക്കാൻ ഭക്ഷണം എന്താണ്? ആവശ്യമാണ് അല്ലെ. ആവശ്യമല്ലേ? ഭക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതണം. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കർഷകരുടെ മെഹനത്ത് കെ ഫൽ, അധ്വാനത്തിന്റെ. മെഹനത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാം, മെഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, അധ്വാനം അല്ലെ. അധ്വാനത്തിന്റെ എന്താണ്? അധ്വാനത്തിന്റെ ഫലമാണ് അല്ലെ. അധ്വാനത്തിന്റെ കർഷകർ നല്ല രീതിയിൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഭക്ഷിക്കാൻ കഴിയുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ പറഞ്ഞു അല്ലേ. എന്നിട്ടോ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞു. ദേശ് കി തർക്കി മേ ആദ്മി കെ ഹാത്ത് ഹൈ അല്ലെ. എന്താണ്? രാജ്യത്തിന്റെ അല്ലെ, രാജ്യത്തിന്റെ വികസനത്തിൽ മനുഷ്യന്റെ എന്തുണ്ട്? കൈകളുണ്ട് അല്ലെ. അതാണ് പറഞ്ഞത്, ദേശ് കി തർക്കി മേ ആദ്മി കെ ഹാത്ത് ഹൈ. രാജ്യത്തിന്റെ വികസനത്തിൽ എന്തുണ്ട്? മനുഷ്യന്റെ കൈകളുണ്ട്. ആദ്മി കോ ഖാനെ ഖിലാനെ വാലെ അല്ലെ. മനുഷ്യരെ ഭക്ഷിപ്പിക്കുന്നതിൽ അല്ലെ, മനുഷ്യർക്ക് ഭക്ഷണം മനുഷ്യരെ ഭക്ഷിപ്പിക്കുന്നതിൽ എന്തുണ്ട്? മനുഷ്യരുടെ കൈകളുണ്ട്. കാരണം അതാ കിസാൻ ലോഗ് ഹൈ. കാരണം കർഷകരാരാണ്? ലോഗ് ഹൈ. കർഷകരാരാണ്? ജനങ്ങളാണ്. നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് കർഷകരായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇത്തരത്തിൽ നല്ല നല്ല ധാന്യങ്ങളും നല്ല നല്ല വിളവെടുപ്പുകളുള്ള നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇത്തരത്തിൽ കർഷകനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ ഇത്തരത്തിൽ അധികവും 3 മാർക്കിനായിരിക്കും ഇത്തരത്തിൽ നമുക്ക് കർഷകനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാനുണ്ടാവുക അല്ലെ. കർഷകന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിനായിരിക്കും നമ്മോട് ചോദിക്കുക. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. റെഡി അല്ലേ മക്കളെ? അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ഓർത്തെടുത്ത് കർഷകനെ കുറിച്ചുള്ള മുഴുവൻ മാർക്കും എന്റെ മക്കൾക്ക് നേടാൻ സാധിക്കട്ടെ. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.